എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പഠിക്കാൻ പോകുന്നതായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് പേജ് നമ്പർ 153 DNA ബാർകോഡിംഗ് എന്ന് 52ലാണ് DNA ബാർകോഡിംഗ് എന്ന് പറഞ്ഞുള്ള ഹെഡിങ് ഉള്ളത്. നമ്മൾ ഇനി അതിൻ്റെ പാഠഭാഗത്തേക്ക് വരികയാണ്. അതായത് 153 അനലൈസ് ദ ഗിവൺ ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ്, കളക്ട് മോർ ഇൻഫർമേഷൻ ആൻഡ് ഗെയിൻ നോളജ് അബൌട്ട് ദിസ്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനലൈസ്, അതായത് വിശകലനം ചെയ്യണം എന്നായിരിക്കുന്നത്. ഏതാണ്? ചുവടെ നൽകിയിരിക്കുന്ന സൂചകങ്ങൾക്കനുസരിച്ച് നമ്മളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? വിശകലനം ചെയ്ത് കൂടുതലായിട്ട് വിവരങ്ങൾ ശേഖരിച്ച് ഇതിനെപ്പറ്റി നമ്മളോട് ഒരു അറിവ് കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു ധാരണ കണ്ടെത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പാഠഭാഗത്തേക്ക്, ആ ബോക്സിലുള്ള ഭാഗത്തേക്ക് വരികയാണ്. DNA ബാർകോഡിംഗ് ഈസ് ദ ടെക്നോളജി ഓഫ് ക്ലാസിഫയിങ് ഓർഗാനിസം ബൈ കമ്പയറിംഗ് ദ സ്പെഷ്യൽ മോളിക്യുലർ സീക്വൻസ് കോഡ്സ് ഓഫ് DNA. അതായത് എന്താണ് DNA ബാർകോഡിംഗ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. DNA ബാർകോഡിംഗ് ഈസ് ദ ടെക്നോളജി, അതായത് DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജി ആണ്, അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യയാണ്. ഏത് ടെക്നോളജി എന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യയാണ്. എന്തിനു വേണ്ടി? ഫോർ ക്ലാസിഫയിങ് ഓർഗാനിസംസ്. എന്തിനു വേണ്ടിയാണ്? ഓർഗാനിസത്തെ അല്ലെങ്കിൽ ജീവികളെ വർഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വർഗീകരണത്തിലൂടെ വ്യത്യസ്ത ഗണങ്ങളാക്കി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. അതിനെന്താണ് ചെയ്യുന്നത്? ബൈ കമ്പയറിംഗ് ദ സ്പെഷ്യൽ മോളിക്യുലർ സീക്വൻസസ്. അവ എന്താണ് ചെയ്യുന്നത്? ഈ DNA-ക്കകത്തുള്ള ചില പ്രത്യേക തന്മാത്രകൾ, കോഡുകളെ താരതമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? അവ കമ്പയർ ചെയ്യുന്നു. മോളിക്യുലർ സീക്വൻസ് കോഡ്സ്, അതായത് DNA, അതായത് DNA-ക്കകത്തുള്ള ചില മോളിക്യുലറുകളെ പരസ്പരം താരതമ്യപ്പെടുത്തുന്നു. എന്നിട്ട് പഠിക്കുന്നു. ഇറ്റ് ഈസ് ദ മോസ്റ്റ് സയൻറ്റിഫിക് ടെക്നോളജി ഫോർ ഐഡൻറ്റിഫയിങ് ദ സ്പീഷീസ് ഇൻ മോഡേൺ ബയോളജിക്കൽ റിസർച്ച്. എന്നിട്ട് പറയുകയാണ്, ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ടെക്നോളജി എന്ന് നമുക്ക് പറയാം. ഇതാണ് ഏറ്റവും പുതുതായിട്ടുള്ള അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള ശാസ്ത്രീയ ശാഖ. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ ജീവജാലങ്ങളെയും ഓരോ സ്പീഷ്യസിനെയും എന്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ്? ജീവികളെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുന്നതിന് വേണ്ടി. അൺലൈക്ക് ദ ട്രഡീഷണൽ മെത്തേഡ്, ഇറ്റ് ഹെൽപ്സ് ടു റെക്കഗ്നൈസ് ദ സ്പീഷീസ് അറ്റ് മോളിക്കുലർ ലെവൽ. അതായത് ഇതിൻ്റെ വേറൊരു മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് ജീവജാലങ്ങളെ കണ്ട് നിരീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ട്രഡീഷണൽ അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി തന്മാത്രാ തലത്തിൽ സ്പീഷീസുകളെ ഇത് തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതായത് തന്മാത്രകൾ, ഈ സ്പീഷീസിൻ്റെ അകത്തുള്ള ഓരോ തന്മാത്രയും പഠിച്ചുകൊണ്ട് ഓരോ ജീവജാലങ്ങളെയും തിരിച്ചറിയുവാൻ, ജീവികളെ തിരിച്ചറിയുവാനായിട്ട് സഹായിക്കുന്നു. ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ദ ക്രിയേഷൻ ആൻഡ് ഷെയറിങ്. ഇതെന്താണ്? ക്രിയേഷൻ. ഇത് നമ്മളെക്കുറിച്ച് നമുക്ക് മറ്റൊരു കാര്യത്തിന് സഹായിക്കുന്നു. ഏതെല്ലാം കാര്യങ്ങൾക്കാണ് സഹായിക്കുന്നത്? നമ്മളുടെ പരമ്പരാഗത വ്യത്യസ്തമായി തന്മാത്രയുള്ള സ്പീഷീസുകളെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? This is made possible by the creation and sharing of DNA branches by the researchers and laboratories all over the world. അതായത് ഇത്തരത്തിലുള്ള തന്മാത്രാരൂപത്തിലുള്ള പഠനങ്ങൾ, പല കാര്യങ്ങളും ലോകത്തുള്ള എല്ലാ ലബോറട്ടറികളിലും പഠിക്കുന്നത് പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് പുതിയ പുതിയ ജീവജാലങ്ങളെ കണ്ടെത്തുന്നതിന്, സ്പീഷീസുകളുടെ സ്വഭാവത്തെ മനസ്സിലാക്കുന്നതിനുമായിട്ട് നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം DNA ബാർകോഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, DNA ബാർകോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടെക്നോളജി ഓഫ് ക്ലാസിഫയിങ് ഓർഗാനിസം. അപ്പോൾ ഇതെന്താണ്? ഈ ജീവജാലങ്ങളെ തരംതിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ബൈ കമ്പയറിംഗ് ദ സ്പെഷ്യൽ മോളിക്കുലർ സീക്വൻസസ്. അവ എന്താണ് ചെയ്യുന്നത്? ഇവയ്ക്കിടെ അടിസ്ഥാനപരമായ തന്മാത്രകളെയാണ് എന്ത് ചെയ്യുന്നത്? കമ്പയർ ചെയ്യുന്നത്. എവിടെയുള്ള തന്മാത്രകളെയാണ്? DNA-യിലുള്ള തന്മാത്രകളെ എന്ത് ചെയ്യുന്നു? താരതമ്യ പഠനം നടത്തി ഇവയെ മനസ്സിലാക്കുന്നു. ഇനി നമുക്ക് കുറച്ചുകൂടി വിശദമാക്കാനായിട്ട്, ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ടെക്നോളജി ഫോർ ഐഡൻറ്റിഫൈങ് ദ സ്പീഷ്യസ് ഇൻ മോഡേൺ ബയോളജിക്കൽ റിസർച്ചസ്. അതായത് ആധുനിക ബയോളജിയുടെ, ജീവശാസ്ത്രത്തിൽ ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് ജീവജാലങ്ങളെ എന്ത് ചെയ്യുന്നത്? ഈ ജീവജാലങ്ങളെ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളൂ, പേജ് 53. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒക്കെ DNA ബാർകോഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടിരിക്കണം.
പഠിക്കണം. ഓക്കെ, DNA ബാർകോഡിംഗ് ഈസ് ദ ടെക്നോളജി ഓഫ് ദ ക്ലാസിഫൈയിങ് ഓർഗാനിസംസ് ബൈ കമ്പയറിംഗ് ദ സ്പെഷ്യൽ മോളിക്യൂൾ സീക്വൻസസ്. അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള മോളിക്യൂൾ സീക്വൻസസിനെ താരതമ്യം പഠിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ടെക്നോളജി, ഇതായിരുന്നു ഏറ്റവും നൂതനമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഫോർ ഐഡൻറ്റിഫൈയിങ് സ്പീഷ്യസ് ഇൻ മോഡേൺ ബയോളജിക്കൽ റിസർച്ചസ്. ഓരോ ജീവജാലങ്ങളെയും മനസ്സിലാക്കുന്നതിന് വേണ്ടി അൺലൈക്ക് ദ ട്രഡീഷണൽ മെത്തേഡ്, പരമ്പരാഗതമായ മെത്തേഡിന് വിപരീതമായിട്ട് ഇറ്റ് ഹെൽപ്സ് ടു റെക്കഗ്നൈസ് എ സ്പീഷീസ് അറ്റ് മോളിക്കുലർ ലെവൽ. അതായത് അവയുടെ തന്മാത്രകളുടെ തന്നെ ഓരോ സ്പീഷീസിനെയും കണ്ടെത്തുവാനായിട്ട് സഹായിക്കുന്നു. ദിസ് റെക്കഗ്നേഷൻ ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ക്രിയേഷൻ ആൻഡ് ഷെയറിംഗ് ഓഫ് DNA ബാർകോഡ്സ്. അപ്പോൾ ഈ ഒരു കണ്ടെത്തലുകളെ പരസ്പരം എങ്ങനെയാണ് ക്രിയേഷൻ, അതായത് അവയെ ഷെയർ ചെയ്യുന്നു DNA ബാർകോഡ്സ് ബൈ ദ റിസർച്ചേഴ്സ് ആൻഡ് ലബോറട്ടറീസ് ഓൾ ഓവർ ദ വേൾഡ്. ലോകം മുഴുവനുമുള്ള റിസർച്ചുകളും ലബോറട്ടറികളും ഇത് പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് പങ്കുവെച്ചുകൊണ്ടും പരസ്പരം അവർക്ക് കിട്ടുന്ന അറിവുകളെ പങ്കുവെച്ചുകൊണ്ടും ഇവ എന്ത് ചെയ്യുന്നു, ലോകം മുഴുവൻ പുതിയ പുതിയ സ്പീഷീസുകളെ കുറിച്ച് പഠിക്കുവാനായിട്ട് സഹായിക്കുന്നു. ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ബാർകോഡിംഗ് എന്താണ് പറയുന്നത്, ഈ ബാർകോഡിങ്ങിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എന്താണ് എന്നുള്ളതാണ്, പ്രധാനം എന്താണ് അല്ലെങ്കിൽ പ്രാധാന്യം എന്താണെന്നാണ് പറയുന്നത്. DNA ബാർകോഡിംഗ് ഈസ് ദ മോസ്റ്റ് സയൻറ്റിഫിക് ടെക്നോളജി. ഇതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള ലേറ്റസ്റ്റ് സയൻറ്റിഫിക് ടെക്നോളജി ഫോർ ഐഡൻറ്റിഫൈയിങ് ദ സ്പീഷീസ് ഇൻ മോഡേൺ ബയോളജിക്കൽ റിസർച്ചസ്. ഓരോ ജീവജാലങ്ങളെയും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടെത്തുവാനുള്ള സ്പീഷീസ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഹെൽപ്പ് ടു റെക്കഗ്നൈസ് ദ സ്പീഷീസ് അറ്റ് മോളിക്കുലർ ലെവൽ. ഈ മെത്തേഡ് എന്ത് ചെയ്യുന്നു, ഓരോ ജീവജാലത്തെയും അവയുടെ തന്മാത്രയുടെ ലെവലിൽ വെച്ച് തന്നെ കണ്ടെത്തുവാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ടു ഡു ദി സയൻറ്റിസ്റ്റ് യൂസ് ഷോർട്ട് സ്റ്റാൻഡേർഡ് സെഗ്മെൻറ്റ്സ് ഓഫ് DNA സ്പീഷീസ്. ഇവിടെ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സയൻറ്റിസ്റ്റ് എന്താണ് ചെയ്യുന്നത്, ഷോർട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അതായത് വളരെ ചെറിയതായിട്ടുള്ള DNAയുടെ ഓരോ സ്പീഷീസിൻ്റെ DNA എടുക്കുന്നു. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, എവരി സ്പീഷീസ് ഹാസ് ഇറ്റ്സ് ഓൺ ബാർകോഡ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, ഓരോ സ്പീഷീസിനും അതിൻ്റേതായ ബാർകോഡിംഗ് സിസ്റ്റമാണ് DNAയിലുള്ളത്. അതായത് മനുഷ്യനുള്ള ബാർകോഡിംഗ് സിസ്റ്റം അല്ല നായ്ക്കുള്ള ബാർകോഡിംഗ് സിസ്റ്റം അല്ല, അല്ലെങ്കിൽ മനുഷ്യനുള്ളതല്ല കുരങ്ങിനുള്ളത്. അപ്പോൾ ഓരോന്നിനും ഓരോ സ്പീഷീസിനും അതിൻ്റേതായ ബാർകോഡിംഗ് സിസ്റ്റം ഉണ്ട്. ജസ്റ്റ് ആസ് എവറി പേഴ്സൺ ഹാസ് ദെയർ ഓൺ ഫിംഗർ പ്രിൻ്റ്. അതായത് ഓരോ മനുഷ്യനും അവരുടേതായ വിരലടയാളമുള്ളതുപോലെ ഓരോ ജീവജാലങ്ങൾക്കും ഓരോ സ്പീഷീസിനും അതിൻ്റേതായ തന്മാത്രാ രൂപത്തിലുള്ള ബാർകോഡിംഗ് സിസ്റ്റം ഉണ്ട്. ദീസ് DNA ബാർകോഡ്സ് ക്യാൻ ബി കമ്പയർഡ് ടു റെഫറൻസ് ലൈബ്രറി ടു പ്രൊവൈഡ് അൻ ഐഡിയ. അങ്ങനെ കമ്പയർ ചെയ്ത് ഓരോ സ്പീഷീസിനും എന്താണ് ചെയ്യുന്നത്, ഓരോ റെഫറൻസ് ID നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് പാരഗ്രാഫാണ്. ക്ലാസിഫിക്കേഷൻ ഹാസ് ആൻ ഇമ്പാക്റ്റ് ഇൻ ഓൾ ഏരിയാസ് സച്ച് ആസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഗാനിസം, എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസ്, ബയോളജിക്കൽ എവല്യൂഷൻസ്, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് ബയോടെക്നോളജി. ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷന് എന്തെല്ലാമാണ്, വളരെയധികം ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ സ്വാധീനമുണ്ട്. ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാധീനം. ഏതെല്ലാം കാര്യങ്ങളിലാണ് ഇവയ്ക്ക് സ്വാധീനം അല്ലെങ്കിൽ ഇവയ്ക്ക് സവിശേഷതകൾ, ഏതെല്ലാം കാര്യത്തിലാണ് ഇവയ്ക്ക് സ്വാധീനമുള്ളത്? കാസ് ഇമ്പാക്റ്റ് ഓൺ ഓൾ ക്യാരക്ടേഴ്സ്. അതായത് ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സവിശേഷതകൾ. ഓക്കെ, രണ്ടാമതായിട്ട് എന്താണ്, ക്യാരക്ടേഴ്സ് ഓഫ് ഓർഗാനിസം, ഓരോ ജീവിയുടെയും സവിശേഷതകൾ. ഇക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസ്, അതായത് ഓരോ ജീവിയും തൻ്റെ ചുറ്റുപാടുകളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് എന്താണ്, ഇൻറ്ററാക്ഷൻ. ബയോളജിക്കൽ എവല്യൂഷൻ, ജീവശാസ്ത്രപരമായിട്ട് അവ എങ്ങനെയാണ് ജീവപരിണാമം സംഭവിച്ചിരിക്കുന്നത് എന്നതിന് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, ബയോഡൈവേഴ്സിറ്റി കൺവേർഷൻ. ബയോഡൈവേഴ്സിറ്റി കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം. അതായത് നമ്മളുടെ പ്രപഞ്ചത്തിൽ നമ്മളുടെ ഭൂമിയിൽ ഒത്തിരി ജൈവ വൈവിധ്യങ്ങളായിട്ടുള്ള ജീവജാലങ്ങളുണ്ട്, അവയുടെ സംരക്ഷണത്തിനും. പിന്നീട് എന്ത് കാര്യത്തിനാണ്, കൺസർവേഷൻ ആൻഡ് ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ജൈവ സാങ്കേതിക വിദ്യ. അതായത് ഓരോ ജീവജാലങ്ങളെക്കുറിച്ചുള്ള പഠനത്തെക്കുറിച്ചും അവ എങ്ങനെ മനുഷ്യന് ഉപകാരപ്രദമാക്കി തീർക്കാം എന്നതിനെക്കുറിച്ചും എന്താണ് ഇത് സഹായിക്കുന്നത്. ആൻഡ് ബയോടെക്നോളജി. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും എന്താണ്, ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം മനുഷ്യനെ സഹായിക്കുന്നു എന്ന് നമുക്ക് അല്ലെങ്കിൽ ഈ വർഗീകരണത്തിൻ്റെ സ്വാധീനം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, there are millions of species on earth that are yet to be identified. നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇനിയും ഈ പ്രപഞ്ചത്തിൽ ദശലക്ഷക്കണക്കിന് ജീവജാലങ്ങളുണ്ട് മനുഷ്യൻ കണ്ടെത്താത്തത്. സം ബിക്കം എക്സ്റ്റിൻറ്റ്. ചില ജീവജാലങ്ങൾ എന്ത് ചെയ്തു, വർഗനാശം സംഭവിച്ചു അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു പോയി. ഈവൻ ബിഫോർ ദേ ഹാഡ് നെയിം
ഓഫ് ദെയർ ഓൺ, അവയെ എന്താണ് നാമം നൽകുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ പേര് നൽകുന്നതിന് മുമ്പ് തന്നെ അവ നശിച്ച് വംശനാശം വന്നുപോയി. സെർട്ടൻ അതേഴ്സ് ആർ ഫേസിങ് ദ ത്രെഡ് ഓഫ് എക്സ്റ്റിൻഷൻ, അതായത് ചില ജീവജാലങ്ങൾ വംശനാശം തന്നുപോയി, ചില ജീവികളാവട്ടെ വംശനാശ ഭീഷണി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് മാൻകൈൻഡ് ടു റെക്കഗ്നൈസ് ഓൾ ദി സ്പീഷീസ് ആൻഡ് പ്രൊട്ടക്ട് ദം ആസ് ദേ സ്റ്റാൻഡ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ദ ടാക്സോണമിക്കൽ ഹൈറാർക്കി, അതായത് മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം എന്താണ്, ജീവികളുടെ ഈ വർഗീകരണ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് മനുഷ്യൻ നിൽക്കുന്നത് കൊണ്ട് മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ജീവജാലങ്ങളുടെ ബയോഡൈവേഴ്സിറ്റിയെ ഈ പ്രപഞ്ചത്തിൽ എന്താണ് സംരക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ ഓൺലി ത്രൂ ദിസ് മാൻ ക്യാൻ ഓൾസോ എൻഷുവർ ഹിസ് സർവൈവൽ. അങ്ങനെ ബയോഡൈവേഴ്സിറ്റിയെ നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് മനുഷ്യവംശത്തിനും ഈ ഭൂമിയിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്ക് പോകാവുന്നതാണ്.